Okay. Jaify's കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഓമയ്ക്ക വെച്ചിട്ട് അല്ലെങ്കിൽ പപ്പായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഭയങ്കര ടേസ്റ്റിയും അതുപോലെ സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവ തന്നെയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പം ഇത് സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി അങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പായ ഇച്ചിരി വാട്ടറി ആയതുകൊണ്ട് തന്നെ വെള്ളം ഒത്തിരി കാണും. അപ്പം നമ്മളെപ്പോഴും അത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പഴം വെച്ചിട്ടൊരു ഹൽവ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പലരും ഡൗട്ട് ചോദിച്ചു, കളർ ചേർത്തിട്ടാണോ ബ്ലാക്ക് ഹൽവയായിട്ട് മാറിയെന്നുള്ളത്. ഒരിക്കലും ഇല്ല, ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഇതിലും ഞാൻ കളർ ആഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇതിൽ ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ശർക്കരയുടെ പോലും ആ ഒരു കളറല്ല ഇതിൻ്റെ. നമ്മൾ ആ കറക്റ്റ് പാകം കൊടുക്കുമ്പോഴത്തേനും അങ്ങനെ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇതിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഞാൻ പ്രത്യേകം വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയുകയാണ്. ഷുഗറിൻ്റെ എമൗണ്ട് എന്തോരം ഇടണം എന്നുള്ളത് പപ്പായയുടെ മധുരം അനുസരിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ടേസ്റ്റ് അനുസരിച്ചിടുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1.5 കിലോ ഷുഗറാണ്. പിന്നെ ഉള്ളത് ഹൽവ ട്രേയിലേക്ക് മാറ്റേണ്ട എപ്പോഴാണ് അതിൻ്റെ പാകം എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കുടനെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിന്ന് രുചികരമായ പപ്പായ ഹൽവ റെഡിയാക്കാം. ഞാനിവിടെ ഇതേ വലിപ്പത്തിലുള്ള 4 പപ്പായാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പപ്പായ ആയിരിക്കണം. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം നീക്കി മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് അരച്ചെടുക്കുക. ഒരു ഉരുളി അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ ഗീ ചൂടാക്കുക. എടുത്തു വെച്ചിരിക്കുന്ന പപ്പായ പൾപ്പ് എല്ലാം ഇതിലേക്കിടുക. എനിക്കിവിടെ 3 കിലോ പൾപ്പാണ് കിട്ടിയിരിക്കുന്നത്. നന്നായി ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ 1.5 കിലോ ഷുഗർ ഇട്ട് യോജിപ്പിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് വറ്റി വരുമ്പോൾ 10 ഏലക്ക ചതച്ചത്, 1/2 ടീസ്പൂൺ ചുക്കുപൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി മുതൽ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഗീ ഇട്ട് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ എല്ലാം കൂടെ നമ്മുടെ ഹൽവയ്ക്ക് 150 ഗ്രാം ഗീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അല്പം കാഷ്യൂ നട്ട്സും ബദാമും കൂടെ ചതച്ചത് ചേർത്തിളക്കാം. ഇനി നമുക്ക് ഹൽവ ഇട്ട് വയ്ക്കാനുള്ള ട്രേയിൽ അല്പം ഗീ പുരട്ടി വയ്ക്കാം. ഇതോടൊപ്പം തന്നെ ഹൽവ ട്രേയിലിട്ട് ലെവൽ ചെയ്യാനായിട്ട് അല്പം വാഴയിലയോ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ റെഡിയാക്കി വയ്ക്കുക. ഉരുളിയിൽ നിന്നും ഇങ്ങനെ വിട്ടു വരുന്ന പാകം വരുമ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം പാകമായിട്ടുണ്ട്.
ഈ സമയം നന്നായി ഇളക്കി കൊടുക്കണം. മാത്രമല്ല ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. കറക്റ്റ് പാകമായോ എന്നറിയാൻ കൈ പൊള്ളാതെ അല്പം ഹൽവ കയ്യിലെടുത്ത് ഉരുട്ടി നോക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റിയാൽ ഇത് ട്രേയിലേക്ക് മാറ്റാൻ പാകമായി. ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ട്രേയിലേക്ക് മാറ്റുക. വാഴയിലയോ ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ഹൽവ നന്നായി ലെവൽ ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റായി തണുക്കാൻ വയ്ക്കാം. ഞാനിവിടെ ഫുൾ നൈറ്റ് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഹൽവ നന്നായി ചൂടാറി കട്ട് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. 3 കിലോ പൾപ്പിൽ നിന്നും 2 കിലോ ഹൽവയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ സ്വാദിഷ്ടവും സൂപ്പർ സോഫ്റ്റും മോയിസ്റ്റുമായിട്ടുള്ള അടിപൊളി പപ്പായ ഹൽവ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഷുഗറിൻ്റെ അളവ് പപ്പായയുടെ മധുരത്തിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ ഷുഗറിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഹൽവ ട്രേയിലേക്ക് മാറ്റുന്ന പാകവും ഒന്ന് ശ്രദ്ധിക്കുക. അപാര ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.